Cheers. ഞാൻ ആലോചിക്കായിരുന്നു, നമുക്ക് ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്താലോ? ആയിരക്കണക്കിന് പ്രസവങ്ങൾ സ്വന്തം കൈയാൽ നിർവഹിച്ച ഡോക്ടർ സക്രിയയുടെ വിധിയും വിചിത്രമാണ്. ഒരു കെട്ടുകഥ പോലെ തോന്നാം. അയാൾക്കും സ്നേഹസമ്പന്നയായ ഭാര്യയ്ക്കും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു കുഞ്ഞിനു വേണ്ടി എല്ലാവരും തന്നെ തേടി വരുമ്പോൾ ഡോക്ടർ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് ഒരു കടങ്കഥ പോലെയുള്ള തൻ്റെ വിധിയെക്കുറിച്ച്. പരമ്പരകളില്ലാതായി തീരുമായിരുന്ന അവരുടെ ജീവിതത്തിലേക്കാണ് അവൾ കടന്നു വന്നത്. ഉത്തരവാദിയുടെ പേര് വെളിപ്പെടുത്താനാവാത്ത ഒരു ഗർഭവുമായി. സൈറ. നിങ്ങള് പോവാണ്? എനിക്കുള്ള നാസ്ത മേശമേ വെച്ചിട്ടുണ്ട്. ഇഞ്ഞാ അനക്ക് കുറച്ച് പൈസ വേണാഞ്ഞി. ഒരു കാൻവാ ഷൂ വാങ്ങാനെ വിചാരിച്ച്. അതിനല്ലേ ഇപ്പൊ 300 ഇന്നലെ മേങ്ങിയത്. അതിനിപ്പോ 300 രൂപയ്ക്കൊന്നും അഡിഡാസിന്റെ ഷൂ ഒന്നും കിട്ടിയല്ല. ഓ, അതിന് കിട്ടിയത് മേങ്ങ മതി. നീ ഇപ്പൊ കൊച്ചിയിൽ വന്നിട്ട് ഈഴത്തെ പിള്ളേരെ പോലെ നടക്കാനാ? ഓരെല്ലാം വലിയ ആളുകള്. നമ്മ അതിന് ഓർക്കണോ? നിങ്ങൾ എന്റെ ഷൂ കണ്ടിട്ട് വർത്താനം പറ, ഞാനത് കാണിച്ചു തരാം. അലാക്ക് അവിടെ പോയി. എന്തെന്ന് കോലം ചെക്കാ ഇത്? ഇന്ന് വെള്ളിയാഴ്ച എന്നുള്ള കാര്യം നീ മറക്കണ്ട. ജുമാക്ക് പോകുമ്പോൾ സണ്ടി കാണാത്ത പാന്റ് ഇടണോ? എനിക്ക് റുക്കുലേക്ക് പോകുമ്പോ സണ്ടി പുറത്ത് കാണല്ലേ? ഇനി നോടിയാണ്ട് പൈസ തന്നറപ്പാ. ഒരു 200 രൂപ കൂടെ കിട്ടിയെങ്കിൽ ബോട്ട് ചെടിന്ന് അഡിഡാസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അത് മേങ്ങാനാ. എടാ, നിനക്കൊക്കെ ചൊല്ലുക അറിയുന്നില്ലേ? ഉപ്പമില്ലാത്ത കിടാക്കല്ലേ ഞമ്മ. നമ്മ കരുതിയാ ജീവിക്കണ്ടേ. ഞാൻ രണ്ടാളോടെ കാക്കും. അതാണ് ഞാനൊക്കറിയാം എന്താക്കണമെന്ന്. അല്ല, 2 ആഴ്ചയോടെ കഴിഞ്ഞാലേ മാസം 2 ആവും. അഡ്വാൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വാടക അതിന് എനിക്ക് പണി കിട്ടിയിട്ട് കുറച്ച് ദിവസമല്ല ഇത്. അത് നിങ്ങൾക്ക് അറിയല്ലേ? ശമ്പളം കിട്ടിയിട്ടാവുമ്പോ 2 മാസത്തെ മൊത്തത്തിൽ തരാലോ. ഒന്നിങ്ങോട്ട് വന്നേ. സിസ്റ്ററിനെ കൊണ്ടുവന്ന് ചെയ്യിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. യുവർ പ്രഷർ ലെവൽ ഈസ് ലിറ്റിൽ ഹൈ. ഡെലിവറി ടൈമിൽ അത് കുറക്കണമെങ്കിൽ ഇപ്പോഴേ ശ്രമിക്കണം.
അങ്ങനെയാണെങ്കിൽ കൂടുതൽ സമയം ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. അതൊന്നും വേണ്ട. കടുത്ത എക്സസൈസുകൾ അബോർഷന് സാധ്യത ഉണ്ടാക്കും. ഏയ് ഒന്നും സംഭവിക്കില്ലെന്നേ. നമുക്ക് നല്ലത് നടക്കാനായിട്ട് പ്രാർത്ഥിക്കാം. വാ, അതെ. വായ്നോട്ടം. ഗർഭിണികളും വെറുതെ വിടരുത്. പ്രായമായില്ലേ കിളവാ. എന്തുവാ നിന്റെ വർത്തമാനം കേട്ട തോന്നൂല ഞാൻ നോക്കിയിട്ടാണ് ഇവളുമാര് ഗർഭിണിയായെന്ന്. ശരി. സ്റ്റാഫൊന്നും എത്തിയില്ലേ? അല്ലെങ്കിലും ബർത്ത് ക്ലാസ് ടൈമിൽ ഫീമെയിൽ സ്റ്റാഫിന് ഒറ്റെണ്ണത്തിനെ കാണാറില്ല. പുതിയൊരുത്തി വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ കുട്ടി എത്തിയില്ലേ? വന്നിട്ടുണ്ടാവും. ചിലപ്പോ ഡ്രസ്സ് മാറ്റാൻ. ഡ്രസ്സ് മാറ്റാൻ? ഗുഡ് മോർണിംഗ്. 8,000, 12,000 ഇങ്ങനെയാണ്. ഓക്കെ, ഇത് ഇത്രയും ടെസ്റ്റുകളൊക്കെയാണ് ചെയ്യേണ്ടത്. ബസ്സിൽ ഓടിക്കേറുന്ന ഞാൻ കണ്ടു. ഒന്നിച്ചു വരാന്ന് വെച്ച് ഞാനവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. നിങ്ങ എടാഞ്ഞ് ആ എനിക്കാ ബസ് മിസ്സായി. പിന്നെ റോബിന്റെ ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചിങ് വന്നു. ഒക്കെ ഓക്കെ. നേരുന്നാ ചോദിച്ച്. ആ ആ അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെറാപ്പി നടക്കുമ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യാതെ നിനക്കൊക്കെ തോന്നുമ്പോൾ കയറി വരാനുള്ള സ്ഥാപനമല്ല ഇത്. അത് 5-6 ട്രാഫിക് ബ്ലോക്കും സിഗ്നൽ എല്ലാം കഴിഞ്ഞ് വണ്ടി പാസ്സായപ്പോ താമസിച്ച്. എന്തെന്ന് നാടപ്പാ അത്? ഇത് അല്ല, അത് സ്റ്റുപ്പിഡായിട്ട് സംസാരിക്കുന്നു. കം ടു മൈ ക്യാബിൻ. ആ ഡോക്ടർ ആരാന്ന് വിചാരിച്ചിന്? നമ്മളെ നാട്ടില് ഒരു ആദ്യം ഡോക്ടർ ഉണ്ട്. മോളേന്ന് വിളിച്ചിട്ടാവുമ്പോ അടല ഉറുമ്പായിരിക്കും. അത്രയ്ക്ക് പഞ്ചാരയാ? കുറച്ച് പഞ്ചാരായെങ്കിൽ എന്ത് കുഴപ്പം? നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലേ? ഇത് എന്താ അത്? റിസോർട്ട് ഹോട്ടൽ പോലത്തെ ഒരു ആസ്പത്രിയും പ്രാന്തനായ ഒരു ഗൈനക്കോളജിസ്റ്റും ആളെ പുണ്ണാക്കിലൊരു താടി. ക്യാബിനിൽ ചെല്ലാനാ പറഞ്ഞേക്ക. ഇനി ഞാൻ എന്താക്കും എന്റെ ബദരിങ്ങളെ? ബദറിങ്ങളെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ലോകത്ത് ആരോടും ഒരു കൂറുമില്ലാത്ത മനുഷ്യനാ. ആ പിന്നെ ഗർഭിണികൾ, അത് മൂപ്പർക്കൊരു വീക്ക്നെസ്സാ. ഉള്ള കരുണ മുഴുവനും അദ്ദേഹം അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. ഏതായാലും ചെല്ല്.